الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة صحيح ഉദ്ധരിക്കുന്ന മനോഹരമായ ഏറെ ശ്രദ്ധേയമായ ഏറെ ഗൗരവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭരണ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി, മിസ്റിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉഹദിൻ്റെ രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ ഹ്രസ്വമായ രൂപത്തിൽ, വളരെ ചുരുങ്ങിയ രൂപത്തിൽ മറുപടി പറയുന്നുണ്ട്. അതെ, ബദറിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല, യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയിട്ടുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. ഇദ്ദേഹം എന്തോ ഒന്ന് കിട്ടിയെന്ന രൂപത്തിൽ തിരിച്ചു പോകുന്ന സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിക്കുകയും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ളൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിൻ്റെ അനുവാദപ്രകാരമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തത്? ബദറിൽ പങ്കെടുക്കാതെ തൻ്റെ ഭാര്യയുടെ സംരക്ഷണത്തിന് വേണ്ടി, രോഗിയായ ഭാര്യയുടെ സംരക്ഷണത്തിന് വേണ്ടി മാറി നിന്നത്. പിന്നെ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയോ എന്നല്ല നീ ചോദിച്ചത്. ആ വിഷയത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ലേ എന്നല്ലേ ചോദിച്ചത്. ബൈഅത്ത് റിദ്വാൻ ആരുമായി ബന്ധപ്പെട്ടുണ്ടായതാ? എന്തുമായി ബന്ധപ്പെട്ടുണ്ടായതാ? മക്കയിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചതിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ പ്രിയപ്പെട്ടവരെ ബൈഅത്ത് റിദ്വാൻ എന്നുള്ളത്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോഴാണ്
ഈ വ്യക്തിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഞാൻ എന്തിനിവിടെ ഉദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ പലരെക്കുറിച്ചും പല രൂപത്തിലാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ല് നാം സാധാരണ പറയലുണ്ടല്ലോ. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് മറ്റുള്ളവർക്കിടയിൽ അത് പ്രചരിപ്പിക്കാൻ പലപ്പോഴും നാം ഒക്കെ ഏറെ താല്പര്യം കാണിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ. മഹദി ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം, സഹാബി വര്യൻ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം. യുദ്ധം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു മടങ്ങവേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിഷ ബീവിയുണ്ട്. തൻ്റെ പ്രഭാത കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആയിഷ ബീവി യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ താൻ ധരിച്ച ആഭരണം കാണാനില്ല എന്ന് മനസ്സിലാക്കിയ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീണ്ടും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വാഹനത്തെ വഹിക്കുന്നവർ കണ്ടില്ല. ആയിഷ ബീവി ഉണ്ട് എന്ന ധാരണയിൽ ആ വാഹനവുമായി അവർ മദീനയിലേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനം വരുന്നത് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവാണ്. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയുടെ ആ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏറ്റവും അവസാനം വരേണ്ട വ്യക്തിയെന്ന് ചുമതലപ്പെടുത്തിയത് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. വല്ല ഗനീമത്ത് സ്വത്തോ മറ്റെന്തെങ്കിലും മുസ്ലിം ഉമ്മത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം, അത് സംരക്ഷിക്കണം, അത് കാണണമെന്ന ഉദ്ദേശമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രേരിപ്പിച്ചത്. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ ഏറെ പേടിപ്പെടുത്തുന്ന, ഏറെ സങ്കടകരമായ ഈ കാഴ്ചയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാഹനമില്ലാതെ ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? തൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് ഒരന്യ സ്ത്രീയോട് കാണിക്കേണ്ട എല്ലാവിധ മര്യാദകളും പാലിച്ച് ആ വാഹനത്തെ വഹിച്ചുകൊണ്ട് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു നിലത്തിലൂടെ നടന്നുകൊണ്ട് മദീനയിലേക്ക് അടുക്കുമ്പോഴാണ് അവിടെ മുനാഫിഖീങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു സുലൂല് അവിടെ നിൽക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ എന്ത് പറഞ്ഞുണ്ടാക്കി? ആയിഷയും സഫ്വാനും നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നുമായി ബന്ധപ്പെട്ട് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന് അതുമായി ബന്ധപ്പെട്ടൊരു വചനം പറഞ്ഞിട്ടുണ്ട്. അവർക്കറിവില്ലാത്ത വിഷയങ്ങൾ അവർ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കും. അവർ ചിന്തിക്കും ഇത് വളരെ ലളിതമാണ്, ഇത് വളരെ നിസ്സാരമാണ് എന്നൊക്കെ അവർ ചിന്തിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ അരികിൽ അത് വളരെ ഗൗരവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ടവരെ അതിലേക്ക് ഊന്നൽ നൽകുന്ന വചനങ്ങൾ പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ ലാ യുൽഖീ ലഹാ ബാല. ഒരടിമ ഒരു കാര്യം സംസാരിക്കുകയാണ്, ഇതിത്ര ഗൗരവമാണ്, ഇതിത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. അവനങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ നരകത്തിലാണ്. അവൻ നരകത്തിൻ്റെ ആഴിയിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും നല്ലതാകട്ടെ ചീത്തതാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു കുറ്റം, ഒരു വ്യക്തിയുടെ ന്യൂനത മറ്റുള്ളവർക്കിടയിൽ ആ വ്യക്തിക്കും മറ്റേ വ്യക്തിക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് പ്രചരിപ്പിച്ച് നടക്കുക എന്നുള്ളത് നമുക്കിടയിലുമുണ്ട്. അത് ഏറെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നൊരു വാചകമുണ്ട്. നഖ്ലു കലാമിൻ നാസ് ബഅലിഹിം ഇലാ ബഅൽ
അലാ ജിഹത്തിൽ ഇഫ്സാദ്. അതെ, നഖ്ലു കലാമിന്നാസ്, ജനങ്ങളുടെ സംസാരം ഏറ്റെടുക്കുന്നു. ഒരുവനിൽ നിന്ന് കേട്ടത് അതങ്ങനെ അവൻ കേട്ട് മറ്റുള്ളവരിലേക്ക് അവൻ പാസ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. അലാ ജിഹത്തിൽ ഇഫ്സാദ്, കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട്. എത്രയെത്ര ഭാര്യാഭർത്താക്കന്മാർക്കിടയിലാണ് ശിഥിലതയുടെ വേരുകൾ വേരുകൾ പ്രിയപ്പെട്ടവരെ മുള പൊട്ടുവാൻ എത്ര ആളുകളുടെ സംസാരം കാരണമായിട്ടുണ്ട്. എത്രയെത്ര സഹോദരങ്ങളാണ് പലരും നിന്നെക്കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു, അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ആ വാചകങ്ങളാൽ തെറ്റി നിൽക്കുന്ന എത്രയെത്ര സഹോദരങ്ങളുണ്ട്. ആദർശ കൂട്ടായ്മയിലെ ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ നിന്നവരടക്കം ഇത്തരത്തിലുള്ള നമീമത്തിൻ്റെയും അതുപോലെയുള്ള ഗീബത്തിൻ്റെയും പേരിൽ മാറി നിന്ന് തെറ്റി നിന്ന് ഏറെ പ്രയാസം അനുഭവിക്കുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം എത്ര ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ. അലാ ജിഹത്തിൽ ഇഫ്സാദ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ തെറ്റട്ടെ, അവൾ തെറ്റട്ടെ. എത്രയെത്ര ഉമ്മമാർ, എത്രയെത്ര അമ്മായിമ്മമാർ, എത്രയെത്ര കുടുംബ ബന്ധുമിത്രാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് കേട്ടത് ഇവിടെയും, ഇവിടെ നിന്ന് കേട്ടത് അവിടെയും പറയുന്നു. അത് വളരെ ഗൗരവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിലൂടെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ, അഫലാ ഉഖ്ബിറുക്കും ബിശറാരിക്കും, ഏറ്റവും മോശപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞില്ലേ, തീർച്ചയായും റസൂലെ പഠിപ്പിച്ചു തരണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അൽ മശാഊന ബിന്നമീമ, നമീമത്തുമായി നടക്കുന്നവൻ, ഒരുവനിൽ നിന്ന് കേട്ടത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ. എന്താ ഉദ്ദേശം? അവൻ്റെ കുഴപ്പമുണ്ടാക്കണം. അതുപോലെ തന്നെ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹത്തിൽ ജീവിക്കുന്ന രണ്ടുപേർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അവരുടെ സ്നേഹം അകറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവർ. പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ഓൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ചോദിക്കാനൊന്നും പോണ്ടട്ടോ, അങ്ങനെ നമ്മൾ പറയാ. പ്രത്യേകിച്ച് സഹോദരിമാരെ അല്ലേ, എല്ലാ ജോലിയും കഴിഞ്ഞ് ഒന്ന് വിശ്രമവേളയിൽ നല്ല രൂപത്തിലുള്ള സംസാരങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, അത് യോഗങ്ങളാകട്ടെ, മീറ്റിങ്ങുകളാകട്ടെ, മറ്റുള്ളവയാകട്ടെ, യാത്രയാകട്ടെ, എന്താകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കേട്ടതും ഇവിടെ കേട്ടതും പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിൻ്റെ ഗൗരവം റസൂലുള്ള പറയാ, അഫലാ ഉഖ്ബിറുക്കും ബിശറാരിക്കും, നിങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന ഗൗരവത്തോടുകൂടി കാണണം പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു വാട്സപ്പ് വോയിസ് മതിയാകും. റെക്കോർഡ് ചെയ്യുകയാണ്, തന്നോട് സംസാരിച്ച് അമാനത്തുളവാക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് വലിയ ഭിന്നതയ്ക്ക് കാരണമാക്കുന്നു, വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നു. റസൂലുള്ളാഹി പറയാ, അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഏശനിയുടെ ശിക്ഷ? എന്താണ് പരദൂഷണത്തിൻ്റെ ശിക്ഷ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീരിൻ അമ്മാ അഹദുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗലി വഅമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന് പാഠമാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുക്കുകയാണ്. ഈ ഖബറിൽ കിടക്കുന്നവര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവർ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ കണ്ണിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വലിയൊരു പാപത്തിന്റെ പേരിലൊന്നുമല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരുവൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്ത് കാരണത്താലെന്നറിയോ? ഫകാന ലാ
അവൻ മൂത്രമൊഴിച്ചതിന് ശേഷം കൃത്യമായ രൂപത്തിൽ വൃത്തിയാക്കാത്തതിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറെ ഗൗരവമേറിയ ഒരു ഫിഖിന്റെ ഹുക്മും കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിന്ന് മൂത്രമൊഴിക്കുവാനും മറ്റുള്ള സൗകര്യങ്ങളുമുള്ളൊരു സമയത്ത് ആ വൃത്തിയാക്കുന്ന വിഷയത്തിൽ ഏറെ ഗൗരവം ഞാനും നിങ്ങളും കാണിക്കേണ്ടതുണ്ട്. മറ്റൊന്നെന്താ റസൂലുള്ള പറയുന്നത്? മറ്റ് ഖബറിൽ കിടക്കുന്ന വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് അറിയോ? ഫകാന യംശീ ബിന്നമീമാ, അവൻ ഏഷണിയുമായി നടന്നവനാണ്. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏഷണിയുമായി നടന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫുമ്മ അഖദ ജരീദതൻ റത്ബതൻ, ഒരു കൊള്ളി എടുത്തിട്ട് റസൂലുള്ളാഹി നനവുള്ള പച്ചപ്പുള്ള ഒരു കൊള്ളി എടുത്തൊരു ചെടി എടുത്തിട്ട് റസൂലുള്ളാഹി ഫശഖഹാ നിസ്ഫൈൻ, അത് രണ്ടും പകുതിയാക്കിയിട്ട് ഫഗറസ ഫീ കുല്ലി ഖബറിൻ വാഹിദ, ഓരോ ഖബറിന്മേലും ഓരോ ചെടി, ആ ഒരു കമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാട്ടി എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഖാലൂ യാ റസൂലല്ലാഹ് ലിമ ഫഅൽത, താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത്? റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാ ലം യൈബസാ. ഈ ഒരു കമ്പ്, പ്രിയപ്പെട്ടവരെ, ആ ഒരു കമ്പ് ഉണങ്ങുന്നത് വരേക്കും അവർക്ക് ഒരു പക്ഷേ ശിക്ഷയ്ക്ക് ഇളവ് ലഭിച്ചേക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവരുണ്ട്, ഒരു വ്യക്തി മരിച്ചാൽ ഒന്നിലെ മൈലാഞ്ചി ചെടിയോ അല്ലെങ്കിൽ തേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടലുണ്ട്. ഈ ഒരു വിഷയം എന്നുള്ളത് ഖാസാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുകയാണ്. എന്ത്? ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തികൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വഹി ലഭിക്കുകയാണ്. വഹി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അത് ചെയ്യുന്നത്. നമുക്കൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ട ചിന്ത എന്താ? നമുക്കുണ്ടാവേണ്ട ഹുസ്നുൽ ദന്നാണ്, നല്ല രൂപത്തിലുള്ള ചിന്തയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടത്. ഈ വ്യക്തി എന്തായാലും നാളെ നരകത്തിലാണ്, ഈ വ്യക്തി എന്തായാലും നാളെ ഖബറിൽ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കും എന്ന ചിന്തയല്ല ഉണ്ടാവേണ്ടത്. ആയതിനാൽ തന്നെ ഈ ഒരു ഹദീസിൽ നിന്ന് ഒരിക്കലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ ഒരു ഖബറിൻ മുകളിൽ ഒരു ചെടി നാട്ടണം അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി ചെടി വെക്കണമെന്നുള്ള തെളിവ് കിട്ടില്ല. കാരണം നമുക്കാരനെക്കുറിച്ചും ആ വ്യക്തിയുടെ ഗൈബിയായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പ്രവാചകൻ ആമായിട്ട് പഠിപ്പിച്ചു നൽകിയ ഒരു കാര്യവുമല്ല. കാരണം ഖബറിൻ്റെ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും A to Z പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ ഒരു കാര്യത്തെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, അതെ, നമീമത്ത് പറയുന്നവൻ, ഏഷണി പറയുന്നവൻ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുമ്പോൾ നമുക്ക് നല്ല നീണ്ട താടിയുണ്ടാകാം, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾ ഉണ്ടാവാം, കഠിനമായ ചൂടിലും നോമ്പെടുത്ത നോമ്പുകൾ ഉണ്ടാകാം, നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് കൊടുത്ത സക്കാത്തിൻ്റെ പ്രതിഫലങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും ഉപകരിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നമീമത്തെന്ന മോശം സ്വഭാവമുണ്ടെങ്കിൽ കേട്ടതും അറിഞ്ഞതും കുറ്റങ്ങളാകട്ടെ, പരിഹാസങ്ങളാകട്ടെ, കളിയാക്കലുകളാകട്ടെ, അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞുകൊടുത്ത് ആ രൂപത്തിൽ ഞാനും നിങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകൂല. നമ്മുടെ നിസ്കാരം അവിടെ ഉപകരിക്കില്ല, നമ്മുടെ നോമ്പ് അവിടെ ഉപകരിക്കില്ല, നമ്മുടെ സക്കാത്ത് അവിടെ ഉപകരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത്തദ്റൂന മൽ മുഫ്ലിസ്, സഹാബ, നിങ്ങൾക്ക് മുഫ്ലിസ് ആരാണെന്നറിയോ? സഹാബ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ മുഫ്ലിസ് എന്നുള്ളതുമല്ല ദിർഹമലഹു വലാ മതാ, സമ്പത്തില്ലാത്തവനാണ് റസൂലേ. സമ്പത്തില്ലാത്തവരപ്പം മുഫ്ലിസ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പാപ്പരി എന്നാ. പാപ്പരി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു അർത്ഥം കിട്ടി. പൈസ ഇല്ലാത്തവനെയാണ് പാപ്പരി എന്ന് പറയുക.
എന്നാൽ റസൂലുള്ള തിരുത്തുകയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണെന്നറിയോ? യഅതി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരികയാണ്, നാളെ വിചാരണയുടെ നാളിൽ കടന്നു വരികയാണ്. വെറും കയ്യാലയല്ല കടന്നു വരുന്നത്, ബിസ്സലാത്തിൻ, ഒരുപാട് നമസ്കാരങ്ങൾ അവരുടെ പക്കലുണ്ട്, വസിയാമിൻ, ഒരുപാട് നോമ്പുകൾ അവരുടെ പക്കലുണ്ട്, വസകാത്തിൻ, ഒരുപാട് ദാനധർമ്മങ്ങൾ അവരുടെ പക്കലുണ്ട്. നമ്മൾ പറയുമല്ലോ എല്ലാം റെഡിയായി, എല്ലാം ഓക്കെ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഇന്ന പ്രോബ്ലം ഉണ്ടായത്. നമ്മളൊരു യാത്രയുടെ വിഷയത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായും പലപ്പോഴും പറയുന്നതാണ്, സ്വർഗത്ത് പോകാനുള്ള എല്ലാ കർമ്മ ഈ വ്യക്തിയെടുത്തിട്ടുണ്ട്. ആണ് പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടർ വരികയാണ്, പടച്ച റബ്ബേ, എന്നെ ചീത്ത വിളിച്ചവനാ നാദാമൻ, എന്നെ പറ്റി ആരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ചവനാ അവൻ, എന്റെ സമ്പത്ത് അപഹരിച്ചെടുത്തവനാവൻ. ഇങ്ങനെ വന്ന് പരാതി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറ്റി ആരോപണം പറഞ്ഞുണ്ടാക്കിയവനാ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി പൂർണ്ണമായ അറിവില്ലാതെ നമ്മൾ പറയാൻ പറ്റില്ല, നമുക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ല. ഇത് സഹാബത്തിൻ്റെ അടുത്തടക്കം സംഭവിച്ചു പോയെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ഫുൽ മുഹ്സനാത്ത്, പതിവ്രതകളെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ, വ്യഭിചാരാരോപണം നടത്തിയതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഭൂമിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രയും ഗൗരവമാത്. നാളെ പാരത്രിക ലോകത്ത് ഉണ്ടാവരുതേ എന്ന അതിയായ ആഗ്രഹം കൊണ്ട് അവർ മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്ര ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമ്മൾ കളിയാക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഒരംഗത്തെപ്പറ്റി നമ്മുടെ ഫോൺ സംഭാഷണത്തിലൂടെ അവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ്സാദ് ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമസ്കാരപ്പായിലിരുന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾ ഉപകാരപ്പെടില്ല, നോറ്റ നോമ്പുകൾ ഉപകാരപ്പെടില്ല, കൊടുത്ത സക്കാത്തുകളും സദഖകളും ഉപകാരപ്പെടില്ല. നമ്മുടെ സ്വഭാവം നന്നല്ല എങ്കിൽ, നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നല്ല എങ്കിൽ, നമ്മുടെ ഇടപെടലുകൾ നന്നല്ല എങ്കിൽ, അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ഈ നമീമത്തിനെ കാണണം, ഈ ഒരു കാര്യത്തെ കാണണം. കുഴപ്പങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്, പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അസ്ബഉ അൻവാഇൽ കറം, നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഔദാര്യം, നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം ഏതെന്നറിയോ? നിന്റെ ഹസനാത്തുകൾ, നിന്റെ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി നീ കൊടുക്കലാണ്. നിന്റെ നന്മകൾ മറ്റുള്ളവർക്ക് നീ വെറുതെ കൊടുക്കലാണ്. എന്താ പ്രിയപ്പെട്ടവരെ അത്? നാളെ പരലോകത്തിൽ ചീത്ത പറഞ്ഞു, കളിയാക്കി, ആരോപിച്ചു, പരിഹസിച്ചു എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അവർക്ക് ഇവരുടെ നമസ്കാരങ്ങൾ, ഇവരുടെ നോമ്പുകൾ, ഇവരുടെ സക്കാത്തുകൾ, ഇവരുടെ സ്വതക്കകൾ, ഇവരുടെ അമലുസ് സാലിഹാത്തുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കൊടുക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അല്ലാഹു അക്ബർ ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോകാമെന്ന് തോന്നുന്ന ആ വിചാരണയുടെ നാളിൽ എല്ലാ നമസ്കാരങ്ങളും, എല്ലാ നോമ്പുകളും, എല്ലാ കർമ്മങ്ങളും അള്ളാഹു കൊടുക്കുമെന്ന് പറയുന്നു. ആരുടെ കർമ്മങ്ങൾ? നമ്മാമിൻ്റെ നമീമത്ത് പറയുന്നവൻ്റെ, ഏഷ്യണി പറയുന്നവൻ്റെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ ഗൗരവത്തോടു കൂടി കാണുക പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരിനെ പറ്റിയിട്ടും പറയേണ്ട. എത്ര കുടുംബങ്ങളിലാണ് അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾ, ആ മറ്റു കുടുംബ ബന്ധുമിത്രാദികൾ ഇന്ന കുറ്റങ്ങൾ അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ഇഫ്സാദുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ മറ്റൊരു കാര്യങ്ങൾ കൊണ്ടും പ്രിയപ്പെട്ടവരെ അവിടൊന്നും ഉപകരിക്കില്ല എന്നെല്ലാം പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീന് യഥാവിധി അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു തരുന്ന ഏറെ ശ്രദ്ധേയമായൊരു വാചകമുണ്ട് പ്രിയപ്പെട്ടവരെ. ഫഇദാ റഅയ്ത മിൻ നഫ്സിക ഈദാഅൻ ലി അഖീക ഔ ഉഖ്തക ഫില്ലാഹ്. മുസ്ലിമായ നിന്റെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ ഏഷണി കൊണ്ടോ അസഭ്യം കൊണ്ടോ പരദൂഷണം കൊണ്ടോ കളവ് പറഞ്ഞുകൊണ്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ നീ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഫഅരിഫ് അന്ന ഈമാനക നാഖിസുൻ, നീ തീർച്ചയായും നീ അറിയണം നിന്റെ ഈമാനിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു, നിന്റെ ഈമാനിൽ എന്തോ ഒരു ന്യൂനത സംഭവിച്ചിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ പറ്റി ആരോടെങ്കിലും പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും അവനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് കുറവുണ്ട് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും പ്രിയപ്പെട്ടവരെ നമുക്കേറെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവരൊരു കാര്യം കേട്ടാൽ, ഒരു കാര്യം അറിയാതെ പോയാൽ അവർ സങ്കടപ്പെട്ടിരുന്നു എന്നൊക്കെ ചരിത്രാധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു മയ്യത്ത് നമസ്കരിച്ച് ആ മയ്യത്തിനെ പിന്തുടർന്ന് ആ കഫം മറമാടുന്നത് വരെ നിന്നാൽ അവരെന്ത് പ്രതിഫലമുണ്ട്? 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുക. ഇത് പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഈ സംഭവം അറിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ വിഷയം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. അദ്ദേഹം അറിഞ്ഞ സമയത്ത് കരയാണ്. അദ്ദേഹം അറിഞ്ഞ സമയത്ത് എത്ര ഖീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരൊരു കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഒരു കാര്യം കർമ്മപദത്തിൽ കൊണ്ടുവരാൻ വഴുകിപ്പോയാലടക്കം സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയി അതേ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകേണ്ടത് എന്ന ഉത്തമമായ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഏതൊരു കർമ്മം നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യം ആ വിഷയത്തിൽ പ്രാവർത്തികമാക്കാൻ, ആ രംഗത്ത് ഇറങ്ങിച്ചെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറെ ശ്രദ്ധ കാണിക്കേണ്ടതാണ്, ഏറെ പ്രധാനപ്പെട്ടതാണ്. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൻഫാക്ക് ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് ഏറെ ഗൗരവത്ത്. അത് പള്ളികളാകട്ടെ, മദ്രസകളാകട്ടെ, ദീനി സംരംഭങ്ങളാകട്ടെ, ദീനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രോഗ്രാമുകളാവട്ടെ, അത് വലിയൊരു മുതൽക്കൂട്ടാണ്. നാളെ പാരിത്രിക ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സദഖത്തുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളികളെ നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിലെ മദ്രസകളെ നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിലെ ദീനി സംരംഭങ്ങളെ നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിലെ ദീനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെ നമ്മൾ അറിയണം. എന്തിന് പ്രിയപ്പെട്ടവരെ? നാളെ മരണപ്പെട്ടാലും ജാരിയായ ഒരു സദഖ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. നിർത്താൻ കഴിയാത്ത, ക്ലോസ് ആക്കാൻ കഴിയാത്ത ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടാകണം പ്രിയപ്പെട്ടവരെ നാളെ ബർസഖിയായ ലോകത്തേക്ക് ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടത്. പ്രത്യേകം എടുത്തു പറയാനുള്ളത്, നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ വരുന്ന ആഴ്ചകളിൽ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. വലിയൊരു സാമ്പത്തിക ബാധ്യത അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന നാം കാണിക്കാൻ പോകുന്ന ഡോക്ടേഴ്സ്, നാം പ്രതിനിധാനം ചെയ്യുന്ന എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ധാർമ്മിക ബോധമുള്ളവനാക്കി വളർത്തുക,
ധാർമ്മിക ബോധമുള്ളവളാക്കി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന ആ മഹത്തായ പ്രോഗ്രാം, നമ്മുടെ ഒരു ചെറിയൊരു സംഭാവന, നമ്മുടെ ചെറിയ ഒരു കൈത്താങ്, പ്രിയപ്പെട്ടവരെ, അത്തരം പ്രോഗ്രാമുകൾക്ക് മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത്, ആ പ്രോഗ്രാമിലൂടെ ആരെങ്കിലും നന്നായാൽ, അതിലൂടെ ഒരു പരിവർത്തനമുണ്ടായാൽ അതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെയാണ് ദീനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ, ഞാൻ ഇന്നത് ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് അത്തരം അന്വേഷണങ്ങൾക്കടക്കം നമുക്ക് പ്രതിഫലം തരാൻ റഹ്മാനായ റബ്ബ് തയ്യാറാണെന്ന് പറയുമ്പോൾ അത്തരം ചിന്തകൾ, അത്തരം ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റുവാനുള്ള തൗഫീക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, റബ്ബേ നിൻ്റെ ഖജന വിശാലമാണ്. റബ്ബേ പരിഹാരമേകണേ അല്ലാ. പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. സാമ്പത്തികമാകട്ടെ, കുടുംബങ്ങളാകട്ടെ, മറ്റ് രോഗങ്ങൾ കൊണ്ടാകട്ടെ, അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നാഥ ഞങ്ങളെ സംരക്ഷിക്കണമേ നാഥ, ഞങ്ങളെ അകറ്റി നിർത്തണമേ നാഥ. അല്ലാഹുബേ, മുസ്ലിമായി മരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളോട് കൂടിയിട്ട് നല്ലൊരു പര്യവസാനത്തോടു കൂടിയിട്ട് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിക്കാനും ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.